പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 15 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദം എന്ന് ചോദിച്ചാൽ അത് ഫുട്ബോളാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫുട്ബോൾ പ്രേമികൾക്കുള്ള ഒരു നല്ലൊരു വാർത്തയാണ്. അതായത് എല്ലാ വർഷവും ഇനി മെയ് 25 വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് ആഘോഷിക്കാൻ പോകുന്നു. 2024 ഈ വർഷം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് മെയ് 25 വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് ആഘോഷിക്കാൻ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ 80ാമത്തെ ജനറൽ അസംബ്ലി മീറ്റിംഗിൽ വെച്ച് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് മെയ് 25 വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു തീരുമാനം. ആദ്യത്തെ ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് നടന്ന വർഷമാണ് 1924. 1924 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലാണ് ആദ്യത്തെ ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നിട്ടുള്ളത്. അതായത് കൃത്യം ഇപ്പോൾ 100 വർഷം തികഞ്ഞിരിക്കുന്നു. ഇപ്പൊ 2024 100ാം വർഷത്തിലാണ് ഇപ്പോൾ UN ജനറൽ അസംബ്ലിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് തീരുമാനം. അതായത് മെയ് 25 വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഓരോ പരീക്ഷകളിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കണം. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഏത് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് 2024 മെയ് 14 250ാം സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്? മെസഗോൺ ഡോക്ക്. മുംബൈയിലുള്ള മെസഗോൺ ഡോക്ക് ആണ് 250ാമത്തെ സ്ഥാപക ദിനം ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മെയ് 14 ഇതിന്റെ ആഘോഷം. മെയ് 14 250 വർഷം തികച്ച മെസഗോൺ ഡോക്ക് ഇതിന്റെ തുടക്കമെന്ന് പറയുമ്പോൾ 1774. അതിനുശേഷം 1960 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമാവുകയും മെയ് 14 250 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ചടങ്ങിൽ 250 വർഷത്തെ ഓർമ്മയ്ക്കായിട്ട് ഒരു നാണയം പുറത്തിറക്കി. അപ്പൊ ഇതിന്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഡിഫൻസ് സെക്രട്ടറി ശ്രീ ഗിർദാർ അർമാനിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് സെക്രട്ടറിയാണ് ശ്രീ ഗിർദാർ അർമാനി. 2024 ഇന്ത്യ സ്കിൽസ് മത്സരം 2024 മെയ് 25 ഏത് സ്ഥലത്താണ് നടക്കുന്നത്? യശോഭൂമി, ദ്വാരക, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഒരു സ്ഥലമാണ് ദ്വാരക. ദ്വാരകയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ആണ് യശോഭൂമി. യശോഭൂമി എന്ന കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് 2024 ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ ഇത് നടക്കാൻ പോകുന്നത്. 61 സ്കിൽസ് ആയിരിക്കുള്ളൂ ഈ ഒരു ഇന്ത്യ സ്കിൽസ് കോമ്പറ്റീഷനിൽ ഉണ്ടാവുക. ഏതാണ്ട് 900ഓളം സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന 400ഓളം കമ്പനികൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു മത്സരമായിരിക്കുള്ളൂ ഇന്ത്യ സ്കിൽസ് കോമ്പറ്റീഷൻ. ഇതിൽ 47 സ്കിൽസ് യശോഭൂമി കൺവെൻഷൻ ഹാളിൽ വെച്ചും ബാക്കി വരുന്ന 14 സ്കിൽസ് കർണാടക, ഹരിയാന, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വ്യക്തികളിലും ഓരോ കഴിവുണ്ട്. ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കുകയും ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തുന്ന വ്യക്തികളെ നമുക്ക് സ്കിൽ ഡെവലപ്പേഴ്സ് എന്ന് പറയാൻ സാധിക്കും. ഇതിൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഫിലിം ഷൂട്ടിംഗ്, അതുപോലെ തന്നെ ലെതർ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഷൂ മേക്കിംഗ് എന്നിങ്ങനെ പറയുന്ന ഓരോ സ്കിൽസ് അതിൽ പ്രഗത്ഭരായിട്ട് വ്യക്തികളെ കണ്ടുപിടിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2024 നാഷണൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് മത്സരങ്ങളിൽ വനിതകളുടെ ഷോട്ട് പുട്ടിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? അബ്ബ കത്വ. ഇന്ത്യയിലെ പ്രൊഫഷണൽ ഷോട്ട് പുട്ടറായിട്ടുള്ള അബ്ബ കത്വ ഭുവനേശ്വറിലെ നാഷണൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് കോമ്പറ്റീഷനിലെ നാഷണൽ റെക്കോർഡ് തകർത്തു. 18.41 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് അബ്ബ കത്വ പുതിയൊരു നാഷണൽ റെക്കോർഡ് സ്ഥാപിക്കുകയും ഈ ഒരു മത്സരത്തിൽ വിമൻസ് ഷോട്ട് പുട്ടിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ 18.41 മീറ്റർ ഒളിമ്പിക്സിൽ യോഗ്യതയായിട്ട് കണക്കാക്കുന്നില്ല. ഒളിമ്പിക്സിലാണെങ്കിൽ 18.80 ഉണ്ടെങ്കിൽ മാത്രമേ ഷോട്ട് പുട്ടിൽ ഒളിമ്പിക്സിൽ യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ. അബ്ബ കത്വയുടെ ദൂരമാണ് 18.41. ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാഷണൽ റെക്കോർഡ്. ചെസ്സിലെ ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? പി ശ്യാം നിഖിൽ. തമിഴ്നാടിന്റെ പി ശ്യാം നിഖിൽ ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി. ഇന്ത്യക്ക് ഇപ്പോൾ 85 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത് ചെസ്സിൽ. ഇതിൽ 84ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു ആർ വൈശാലി. ആർ പ്രജ്ഞാനന്ദയുടെ സിസ്റ്റർ ആയിട്ടുള്ള ആർ വൈശാലിയാണ് ഇന്ത്യയുടെ 84ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തമിഴ്നാട്ടിലെ പി ശ്യാം നിഖിൽ ആണ് 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. 8ാമത്തെ വയസ്സിൽ ആണ് ശ്യാം നിഖിൽ തന്റെ ചെസ്സിലേക്കുള്ളൊരു ആരംഭം. എന്നാൽ 31 വയസ്സായപ്പോഴാണ് ശ്യാം നിഖലിനെ 2024 ദുബായ് പോലീസ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ഗ്രാൻഡ് മാസ്റ്റർ നേടാൻ സാധിച്ചിട്ടുള്ളത്. 84ാമത്തെ ആർ വൈശാലി, 85ാമത്തെ ഇപ്പോൾ പി ശ്യാം നിഖിൽ.
ലോക ഹൈഡ്രജൻ ഉച്ചകോടി 2024 ഏത് രാജ്യത്താണ് സംഘടിപ്പിക്കുന്നത്? റോട്ടർഡാം, നെതർലാൻഡ്. നെതർലാൻഡിലെ റോട്ടർഡാം എന്ന സ്ഥലത്താണ് 2024 വേൾഡ് ഹൈഡ്രജൻ സമ്മിറ്റ് നടക്കുന്നത്. മെയ് 13 മുതൽ മെയ് 15 വരെയാണ് നെതർലാൻഡിലെ റോട്ടർഡാമിൽ വേൾഡ് ഹൈഡ്രജൻ സമ്മിറ്റ് നടക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പവലിയൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ പവലിയൻ അവിടെ ഇട്ടിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ സെക്രട്ടറിയാണ് ശ്രീ ഭൂപേന്ദ്ര സിംഗ് പല്ല. ഇദ്ദേഹമാണ് ഈ പവലിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. 2023 ജനുവരിയിലാണ് ഇന്ത്യ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ 2030 5 MMT, അതായത് മില്യൺ മെട്രിക് ടൺ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് ടാർഗറ്റ്. ചന്ദ്രനിലെ കാര്യക്ഷമമായ പേലോഡ് ഗതാഗതത്തിനായി ആദ്യത്തെ ചാന്ദ്ര റെയിൽവേ സംവിധാനം വികസിപ്പിക്കാൻ പദ്ധതിയിട്ട ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായിട്ടുള്ള നാസയുടെ പുതിയൊരു പ്ലാൻ ആണ് ചന്ദ്രനിലെ കാര്യക്ഷമമായിട്ടുള്ള പേലോഡ് ഗതാഗതത്തിന് വേണ്ടി ഒരു റെയിൽ സംവിധാനം വികസിപ്പിക്കുക. നാസയുടെ ഒരു പ്രൊജക്ട് ആണ് റോബോട്ടിക് ലൂണർ സർഫേസ് ഓപ്പറേഷൻ 2. ഇത് ചന്ദ്രൻ മുതൽ മാർസിലേക്കുള്ള ഒരു തുടക്കമാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നാസ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യത്തെ ഒരു റെയിൽ സിസ്റ്റം. ഇത് പേലോഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ വളരെ എഫിഷ്യന്റ് ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് അമേരിക്കൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ 30ാമത് സുൽത്താൻ അസ്ലാൻ ഷാ ട്രോഫി നേടിയ രാജ്യം ജപ്പാൻ. സുൽത്താൻ അസ്ലാൻ ഷാ ട്രോഫി ഇത് ഹോക്കിയായിട്ട് ബന്ധപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ്. ഈ മത്സരത്തിൽ ജപ്പാൻ ആദ്യമായിട്ട് കിരീടം കരസ്ഥമാക്കി. പാകിസ്ഥാൻ ആയിട്ടുള്ള ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനെ 4-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജപ്പാൻ 30ാമത്തെ സുൽത്താൻ അസ്ലാൻ ഷാ ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ മത്സരം നടന്നത് മെയ് 11 മലേഷ്യയിൽ വെച്ചായിരുന്നു. മലേഷ്യയിലെ അസ്ലൻ ഷാ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ജപ്പാൻ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഇത് 10ാമത്തെ ഫൈനൽ മത്സരമായിരുന്നു. 3 പ്രാവശ്യം പാകിസ്ഥാൻ കിരീടം കരസ്ഥമാക്കിയിട്ടുണ്ട്. ജപ്പാൻ ആദ്യമായിട്ട് ഈ മത്സരത്തിൽ ജപ്പാൻ ഏറ്റവും മുന്നിൽ വന്നു. 2ാം സ്ഥാനത്ത് പാകിസ്ഥാൻ ആണെങ്കിൽ 3ാം സ്ഥാനത്ത് മലേഷ്യയാണ്. ഇന്നലെ മെയ് 14 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എത്ര ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട്? ഇതിന്റെ ഉത്തരം 4. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണർ, കൂടാതെ 10 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഏത് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് 2024 മെയ് 14 250ാം സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്? മാസഗോൺ ഡോക്ക്. 2024 ഇന്ത്യ സ്കിൽസ് മത്സരം 2024 മെയ് 15 ഏത് സ്ഥലത്താണ് നടക്കുന്നത്? യശോഭൂമി, ദ്വാരക. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ച വർഷം 2024. 2024 നാഷണൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് മത്സരത്തിൽ വനിതകളുടെ ഷോട്ട് പുട്ടിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? അബ്ബ കത്വ. ചെസ്സിലെ ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? പി ശ്യാം നിഖിൽ. ലോക ഹൈഡ്രജൻ ഉച്ചകോടി 2024 ഏത് രാജ്യത്താണ് സംഘടിപ്പിക്കുന്നത്? റോട്ടർഡാം, നെതർലാൻഡ്സ്. ചന്ദ്രനിലെ കാര്യക്ഷമമായ പേലോഡ് ഗതാഗതത്തിനായി ആദ്യത്തെ ചാന്ദ്ര റെയിൽവേ സംവിധാനം വികസിപ്പിക്കാൻ പദ്ധതിയിട്ട ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസ. അടുത്തിടെ 30ാമത് സുൽത്താൻ അസ്ലാൻ ഷാ ട്രോഫി നേടിയ രാജ്യം ജപ്പാൻ. ഇന്ന് മെയ് 15 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഗാരി ക്രിസ്റ്റൻ ഈസ് ഫ്രം വിച്ച് കൺട്രി ഹു ജോയിൻഡ് ആസ് ദ ഹെഡ് കോച്ച് ഓഫ് ദി പാകിസ്ഥാൻ നാഷണൽ ക്രിക്കറ്റ് ടീം ഇൻ ലിമിറ്റഡ് ഓവേഴ്സ് ക്രിക്കറ്റ്? പരിമിത ഓവർ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലനായി ചേർന്ന ഗാരി ക്രിസ്റ്റൻ ഏത് രാജ്യക്കാരനാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.